ഒരു കാര്യം ഈ തള്ള ഓർക്കണമായിരുന്നു. അതായത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാല അഴിച്ചു തന്നൊരു പെൺകുട്ടിയുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൻ്റെ അച്ഛനും അമ്മയും അറിയാതെ അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു സ്വർണ്ണമാല. ആ മാല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പണയം വെക്കാൻ തന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നായപ്പോഴും നമ്മുടെ ഷെമീത്താത്ത വന്നിട്ടുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ മകൻ തന്നെയാണ് എല്ലാം ചെയ്തത്, അതുകൊണ്ട് തന്നെ അവന് നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചു കൊടുത്തിട്ടൊന്ന് പുറത്തിറക്കാൻ സഹായിക്കണം എന്നാണ് ഈ തള്ള പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിരന്തരമായിട്ട് ചോദ്യം ചെയ്തപ്പോഴും ഞാൻ കട്ടിൽ നിന്നും വീണതാണ് എന്ന് പറഞ്ഞ തള്ള എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലായപ്പോഴേ ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ മകനായ അഫാൻ പുറകിലൂടെ വന്ന് എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കഴുത്ത് ഞെരിച്ചു. അതിനുശേഷം തന്നെ മുട്ടി, അതായത് ഈ ചുറ്റിക എടുത്തിട്ടു അടിച്ചു എന്നാണ് ഇപ്പോഴും തള്ള പറയുന്നത്. ഏതായാലും പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ബാപ്പയെ അറിയാതെ 35 ലക്ഷം രൂപയാണ് കടന്നും പറയുന്നുണ്ട്. അതായത് ഈ അമ്മയും മകനും നല്ല രീതിയിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അടിച്ച് പൊളിച്ച് നടന്നിട്ടുണ്ട്. ഇപ്പോഴും തള്ള പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബന്ധുക്കളാണ് കാരണം. എൻ്റെ മകനെ ഇങ്ങനെ ആക്കിയത് ബന്ധുക്കളാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 50,000 രൂപക്ക് 35 ലക്ഷം രൂപ കടം അവിടെ കിടക്കട്ടെ, അത് വല്ലവർക്കുമല്ലേ. 50,000 രൂപക്ക് വേണ്ടിയിട്ട് എല്ലാ ബന്ധുക്കളുടെ സ്ഥലത്തും ഞാൻ കയറിയിറങ്ങി. ഞാനും എൻ്റെ മകനും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ തന്തയറിയാതെ തള്ളയും മകനും നല്ല രീതിയിൽ പൈസ പൊടിച്ച് തീർത്തിട്ടുണ്ട്. അതായത് ഈ പിന്നെന്താ പറയേണ്ടത്, എല്ലാ കാര്യത്തിനും തന്നെ ലക്ഷങ്ങളാണ് അവർ ചിലവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കെല്ലാം ഈ കാര്യം അറിയാവുന്നതായിരിക്കാം. അതുകൊണ്ട് ഒരു ബന്ധുക്കൾ പോലും പൈസ കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുകയാണ് തള്ള ഈ അവൻ്റെ മകനെ അപമാനിച്ചു. മകനെ ബന്ധുക്കളാണ് അപമാനിച്ചത്. ബാങ്കിനെതിരെയും തള്ള. എന്താ വെച്ചാൽ തള്ളക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയാം. ഇനി എല്ലാം കൂടിയിട്ട് ഈ ബന്ധുക്കളുടെ മേലെയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ലത്തീഫിൻ്റെയും അങ്ങനെയുള്ള ഈ ഉമ്മുമ്മാൻ്റെയൊക്കെ പേരിലും പിന്നെ കുറേ കാര്യങ്ങൾ ബാങ്കിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകനെ ഇങ്ങ് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഞാനും എൻ്റെ ഭർത്താവുണ്ടല്ലോ, ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഈ മകനെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നായിരിക്കും തള്ളയുടെ ഉള്ളിലിരിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഈ തള്ള ഓർക്കണമായിരുന്നു. അതായത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാല അഴിച്ചു തന്നൊരു പെൺകുട്ടിയുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൻ്റെ അച്ഛനും അമ്മയും അറിയാതെ അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു സ്വർണ്ണമാല. ആ മാല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പണയം വെക്കാൻ തന്നത്. അതിൻ്റെ പൈസ ഈ റഹീം എന്ന് പറയുന്നയാൾ ഇവൻ അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് എന്ന് പറയുന്നത്. ആ കുട്ടിയെ കൂടി കൊലപ്പെടുത്തിയ നിങ്ങളുടെ മകനായ പിശാജിനെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കരുത്. അവനെ ഇനി നിങ്ങൾ മറന്നു കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവനെ തള്ളിപ്പറയുകയാണ് വേണ്ടത്. അല്ലാതെ എൻ്റെ മകനെ എനിക്ക് രക്ഷിച്ചിട്ട് കൊണ്ടുവരൂ, എൻ്റെ മകനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ സഹായിക്കൂ, ഇറങ്ങാൻ സഹായിക്കൂ, ഒരു ബോധമില്ലേ നിങ്ങൾക്കൊന്നും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ തള്ളയോട് ചോദിക്കുകയാണ്. തള്ളയ്ക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. തള്ളയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ തള്ള ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഇത്രയും ദിവസം അതായത് പിടിച്ചു നിന്നില്ലേ. ഇന്നലെ ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ വീട് തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം ഞങ്ങൾക്കെതിരാണെന്ന് ഏകദേശം മനസ്സിലായി. ഇന്നലെ ശ്രീകണ്ഠൻ നായർക്ക് നല്ല പൊങ്കാലയായിരുന്നു. കാരണം അങ്ങേര് പോയിട്ട് വീട് തരാമെന്ന് പറഞ്ഞപ്പോഴേ ഈ ശ്രീകണ്ഠൻ നായരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ശ്രീകണ്ഠൻ നായരെ പൈസ കൂടുതലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. അതായത് കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ ചികിത്സിച്ചിട്ട് കടം കയറി മുടിഞ്ഞിട്ട് വീട് വിറ്റിട്ട് ഇപ്പോഴും വാടക വീട്ടിലും വഴിയോരത്തും കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു വീട് കൊടുക്കുക. അങ്ങനെ പൈസ കൂടുതൽ കിടപ്പുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഇമാതിരി ക്രിമിനലിൻ്റെകൾക്ക് കൊടുക്കാതെ. അതായത് ഈ തള്ള ഇപ്പോഴും മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് അവരുടെ ബന്ധുക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം തന്നെയാണ്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇവൻ പെരുമാറാൻ പോകുന്നത് ബന്ധുക്കളെ തന്നെയാണ്. അതായത് നിരവധി ബന്ധുക്കൾ ശരിക്കും ഭീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്ന പൈസ ഞങ്ങൾക്കെടുത്ത് തരണം, ഞങ്ങളുടെ ആർഭാടത്തിനെടുത്ത് തരണം എന്നുള്ളതാണ് ആദ്യം ഒരു കാര്യം ഈ തള്ള വിചാരിക്കേണ്ടത്. ഭർത്താവ് അവിടെ പൊളിഞ്ഞ് പമ്പരമായി കടം കയറി മുടിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു വരുമാനവും ഇതും ഇല്ലാത്ത ആ സമയത്ത് നിങ്ങൾക്ക് ഒരാൾ പോലും ഇവിടുന്ന് കടം തരൂല. അതുപോലെ നിങ്ങൾക്ക് 35 ലക്ഷം രൂപ കടം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ 35 ലക്ഷം എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ അതുപോലും ഇവർക്കറിയില്ല. അതുമാത്രവുമല്ല, 8 ലക്ഷം കടം വീടാൻ വേണ്ടിയിട്ട് ഈ റഹീം എന്ന് പറയുന്നയാൾ 4 ലക്ഷം രൂപ കൊടുത്തപ്പോഴേ അതിലും 2 ലക്ഷം രൂപ മാത്രമാണ് ഇവർ അടച്ചിരിക്കുന്നത്. ഈ 2 ലക്ഷം എവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കറിയില്ല.
അതാണ്. അതായത് ഒരു മകനെ ന്യായീകരിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ തള്ളയ്ക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ടേ കഴിവുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഇതുപോലെ ആയത് തന്നെ എന്ന് പറഞ്ഞ് ഇവരുടെ ന്യായീകരണം കൊണ്ടായിരിക്കാം. അതായത് ഇവർ ഒരു തെറ്റിന് പോലും ആ പയ്യനെ ശിക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ജോലി പോലും അവനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. അവനെന്ന് പറയുന്നത് 23 വയസ്സ് വരെ കടം വാങ്ങിച്ചിട്ടായാലും അവൻ ആവശ്യപ്പെടുന്നതെല്ലാം, അതായത് ബൈക്കിന് ബൈക്ക്, ലക്ഷങ്ങളുടെ മൊബൈൽ, ഒരു പണിയുമില്ലെങ്കിൽ കാമുകിയെ കൂടി കറങ്ങൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയില്ലെങ്കിലും കാമുകിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ചെക്കൻ ഇരുന്ന് നല്ല രീതിയിൽ അങ്ങ് അർമാദിച്ചു. ബാപ്പയാണെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അയാൾ എന്ന് പറയുന്നത് കടത്തിമിൽ കടവുമായിട്ട്, അയാളെ മുടിഞ്ഞ കടവുമായിട്ട് അയാളെ കടന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏതൊരു മാതാപിതാക്കളും ഇതുപോലെയുള്ള നാരിത്തരം ചെയ്യരുത്. അതായത് സ്വന്തം മകനായാലും ശരി, ഇനി വേറെ ഏതൊരുത്തനായാലും ശരി, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലഹരി അടിച്ചിട്ട് വരുന്നവനോ ഈ വെള്ളം അടിച്ചിട്ട് വരുന്നവനോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു കാരണവശാലും അവൻ പറഞ്ഞാൽ ന്യായീകരിക്കരുത്. അതായത് ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് തള്ളിപ്പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ തള്ളിപ്പറയണം. വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുറത്താക്കണം. അതാണ് വേണ്ടത്. അതായത് 2 ദിവസം ഇവനൊക്കെ കിടന്ന് പട്ടിണി കിടക്കുമ്പോൾ ഇവനൊക്കെ തനിയെ കയറി വരും. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരാളെ, ഒരുത്തനെ പോലും സംരക്ഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക്, അതായത് ഈ റഹീമിൻ്റെ ഭാര്യയ്ക്ക് നേർബുദ്ധി കാണിച്ചു കൊടുത്തതിൽ നമുക്ക് അഭിനന്ദിക്കാം. പക്ഷേ എത്രത്തോളം ഈ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. അതായത് അവർ പഠിച്ച സ്ത്രീയാണ്. നല്ല രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ ബോധമില്ലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല, എനിക്കെൻ്റെ മകനെ കാണണം, ഇതൊക്കെ ഒരു ഗെയിം തന്നെയാണ്. ഗതിയില്ലാതെയാണ് പറഞ്ഞത്. അവസാനം എനിക്ക് തോന്നുന്നത് ആരോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങളും കൂടി ഈ കേസിൽ പ്രതിയാകും എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല ഇതിപ്പോൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞത്. പക്ഷേ ഇത് എത്ര ദിവസം ഇത് ഉറച്ചു നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടാ. ഇപ്പോൾ വരുന്നാളോടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഇറക്കാൻ സഹായിക്കൂ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഇറക്കാൻ സഹായിക്കൂ എന്നാണ്. ആദ്യം തന്നെ പറയുകയാണ്, ഇവൻ വേറെ ഒരു ടൂർ പോയതൊന്നുമല്ല ഇറക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവൻ 5 പേരെ കൊലപ്പെടുത്തിയവനാണ്. ഈ ഏറ്റവും വലിയൊരു കൊലയാളിയായ ഇവനെ, ഒരു സൈക്കോ ആയ ക്രിമിനലിനെയാണ് പറയുന്നത് എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ബാങ്ക് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിനോട് ഭയങ്കര ദേഷ്യമല്ലേ. അതായത് ബാങ്ക് വിളിച്ച് ശല്യപ്പെടുത്തി, അതുകൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തത്. അതുപോലെ ഈ എന്താ പറയുക, വീട്ടുകാർ ആരും കടം തരാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇവർ ചോദിക്കുമ്പം കടം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ചുറ്റികയെടുത്ത് നടക്കലാണോ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് പോലും താമസിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഇവർ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഒരുപാട് പൈസയും കടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പൈസ വേണം അല്ലെങ്കിൽ കടം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഷെമിത്താത്ത ഏതായാലും വീട് കിട്ടി, ഇനിയിപ്പോഴും മകനെയും മെല്ലെ ഇറക്കണം എന്നുള്ള ഒരു ഇതിലായിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, ഒരു ലൈക്ക് എനിക്ക് അവകാശപ്പെട്ടാണ്. എപ്പോഴും പറയുന്നത് കമൻറ്റ് നിങ്ങളുടേതാണ്. നന്ദി, നമസ്കാരം.